+1 ഫിസിക്സിലെ 3rd ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണെന്ന് പഠിച്ചിരുന്നു. ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. എന്താണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് നോക്കാം. A graph with time along x-axis and acceleration along y-axis is called acceleration time graph. പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും നമ്മൾ പഠിച്ചതാണ്. അവിടെയെല്ലാം ടൈം എന്ന് പറയുന്നത് x-ആക്സിസിലായിരുന്നു. ഇവിടെ അതുപോലെ തന്നെയാണ് ടൈം x-ആക്സിസിലും ആക്സിലറേഷൻ y-ആക്സിസിലുമായി നമ്മൾ വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ പ്രത്യേകത? ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിലുള്ള വസ്തുവിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നമ്മളെ സഹായിക്കുന്നു. അപ്പം ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ടെൽസ് us about an object's velocity in a particular time. ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തുള്ള വസ്തുവിൻ്റെ വെലോസിറ്റിയാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ റെസ്റ്റിലുള്ള വസ്തുവിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം, റെസ്റ്റിലുള്ള വസ്തുവിൻ്റെ വെലോസിറ്റി 0 ആണ്. വസ്തു റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി 0 ആണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 ബൈ ടൈം എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. റെസ്റ്റിലുള്ള അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു വസ്തുവിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇപ്രകാരമായിരിക്കും. വസ്തു റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ടൈം ആക്സിസ്. ടൈം ആക്സിസിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇതാണ് ടൈം ആക്സിസ് എന്ന് പറയുന്നത്. ടൈം ആക്സിസിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് സ്റ്റേഷനറി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ റെസ്റ്റിലുള്ള വസ്തുവിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഓരോ സമയത്തും അതിൻ്റെ ആക്സിലറേഷൻ സമയം മാറിയെങ്കിലും ആക്സിലറേഷൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 തന്നെ. ഈ ആക്സിലറേഷൻ 0 ആകുന്നത് ഈ ടൈം ആക്സിസിലാണ്. അപ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ എപ്പോഴും 0 ആണ്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ടൈം ആക്സിസ് ഗീവ്സ് ദ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഓർ ബോഡി അറ്റ് റെസ്റ്റ്. യൂണിഫോം മോഷനിലുള്ള അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഏത് ടൈമിലും വസ്തുവിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. വസ്തു യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാറിയാലും വെലോസിറ്റിയുടെ വാല്യൂവിന് ചേഞ്ച് ഒന്നും വരുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. വെലോസിറ്റിയുടെ വാല്യൂ എപ്പോഴും ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും സെയിം ആയതിനാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ചേഞ്ച് ഇൻ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ആക്സിലറേഷൻ 0/t എന്ന് വീണ്ടും നമുക്ക് ലഭിക്കും. 0/t എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇപ്രകാരമായിരിക്കും ലഭിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പിൽ ചെയ്ത സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ കണ്ടതുപോലെ തന്നെയാണ് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെയും ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ടൈം ആക്സിസ്. വസ്തു യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇത് തന്നെയായിരിക്കും. എന്താണ്? എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ടൈം ആക്സിസ്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്സിലറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോസിറ്റീവ് ആക്സിലറേഷൻ. പോസിറ്റീവ് ആണ്. നമ്മളറിയാം, നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? റിറ്റാർഡേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആകുന്ന കേസ്. ഇഫ് ദ ബോഡി മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഓർ പോസിറ്റീവ് ആക്സിലറേഷൻ, എന്താണ്? യൂണിഫോം ആക്സിലറേഷനിലാണ് വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ ഗ്രാഫ് ഇപ്രകാരമായിരിക്കും. ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. യൂണിഫോം ആക്സിലറേഷനിലാണ് വസ്തു സഞ്ചരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ്റെ വാല്യൂ ടൈം മാറുന്നാലും ആക്സിലറേഷൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? സെയിം ആണ്. കോൺസ്റ്റന്റ് വാല്യൂ ആണ് ആക്സിലറേഷന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. കോൺസ്റ്റന്റ് ആക്സിലറേഷനും ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഇനി ഒരു യൂണിഫോം റിറ്റാർഡേഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ റിറ്റാർഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷനിലാണ് വസ്തു മൂവ് ചെയ്യുന്നതെങ്കിൽ
ഗ്രാഫ് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടിയ പോലെ തന്നെ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആണ്. എന്നാൽ എന്താണ് നെഗറ്റീവ് ആക്സിസിലായിരിക്കും. നോക്കുക, ഇത് -y എന്ന് പറയുന്ന ഡയറക്ഷനിലാണ്. ഇത് എക്സ് ആക്സിസ് ടൈം ആക്സിസ് ആണ്. ഇനി -y എന്ന് പറയുന്ന ആക്സിസിലാണ് ആക്സിലറേഷൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ടൈം ആക്സിന് പാരലൽ ആയിട്ടുള്ള മൈനസ് ആക്സിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് യൂണിഫോം റിട്ടാർഡേഷൻ നമുക്ക് ലഭിക്കുന്നത്. ഇനി ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇനി T1 എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ ടൈം, T1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വസ്തുവിന്റെ ആക്സിലറേഷൻ ആണ് A1 എന്ന് പറയുന്നത്. T1 ടൈമിലുള്ള ആക്സിലറേഷനെ നമ്മൾ A1 എന്നും T2 ടൈമിലുള്ള ആക്സിലറേഷൻ നമുക്ക് A2 എന്ന് നമ്മൾ മാർക്കുന്നത്. അതായത് ഇനീഷ്യൽ ടൈം T1 ആണ്, ഫൈനൽ ടൈം T2 ആണ്. T1 എന്ന് പറയുന്ന ടൈമിലുള്ള ആക്സിലറേഷൻ A1 ആണ്, T2 എന്ന് പറയുന്ന ടൈമിലുള്ള ആക്സിലറേഷൻ A2 ആണ്. നമുക്കറിയാം, നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ആണെന്ന് പറയും. ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. അപ്പോൾ ടാൻ തീറ്റ നമുക്ക് കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ BC ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് AB ആണ്. അപ്പോൾ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു BC ഡിവൈഡ് ബൈ AB. ഇനി BC എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. BC എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും നമുക്ക്? A2 - A1 ഈ ഡിസ്റ്റൻസ് ആണ് BC എന്ന് പറയുന്നത്. A2 - A1. അപ്പോൾ BC is equal to A2 - A1 and AB is equal to എന്ത് കിട്ടും? T2 - T1. ഈ ഡിസ്റ്റൻസ് T2 - T1 ആണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു A2 - A1 ഡിവൈഡ് ബൈ T2 - T1 കിട്ടും. ഈ A2 - A1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആക്സിലറേഷൻ ആണ്. അതിൽ നമുക്ക് ഡെൽറ്റ എന്ന് എഴുതാം, ചേഞ്ച് ഇൻ ആക്സിലറേഷൻ. ഇനി ചേഞ്ച് ഇൻ ടൈം T2 - T1 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടൈം ആണ്. അതിന് ഡെൽറ്റ T എന്ന് എഴുതാം. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ A ബൈ ഡെൽറ്റ T. ഡെൽറ്റ A ബൈ ഡെൽറ്റ T എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഡെൽറ്റ A ബൈ ഡെൽറ്റ T എന്നുള്ളതിനെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ. ഇനി ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ, നമുക്ക് ഡെൽറ്റ A ബൈ ഡെൽറ്റ T എന്ന സ്ലോപ്പ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ ആണ്. അതിന് നമ്മൾ പറയുന്ന പേര് ജർക്ക് എന്നാണ് പറയുന്നത്. ജർക്ക് എന്താണ് ജർക്ക് എന്ന് പറഞ്ഞാൽ? ജർക്ക് എന്ന പേരിന്റെ മീനിങ് ക്വിക്ക് ഓർ സഡൻ മൂവ്മെന്റ് എന്നാണ്. ക്വിക്ക് ഓർ സഡൻ മൂവ്മെന്റ് എന്നാണ്. പെട്ടെന്നുള്ള ഒരു ചലനം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു മൂവ്മെന്റ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്റ്റിലുള്ള ഒരു വാഹനം, നമ്മളെ വാഹനത്തിലിരിക്കുകയാണ്, വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്. അത് സഡൻ ആയിട്ടൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും? വാഹനത്തിലിരിക്കുന്ന ആളുകൾ ഒരു സഡൻ മൂവ്മെന്റ് അല്ലെങ്കിൽ പെട്ടെന്നൊരു ചലനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഉലച്ചിൽ, ശരീരത്തിന് ഒരു ഉലച്ചിലുണ്ടാകുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ജർക്കം. ഇനി കോൺസ്റ്റന്റ് സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം, നമ്മൾ വാഹനത്തിലിരിക്കുകയാണ്, വാഹനം മൂവ് ചെയ്യുകയാണ്. ആ സമയത്ത് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഡൻ ബ്രേക്ക് ഇട്ടു. അപ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് നമ്മൾ മുന്നോട്ട് ആഞ്ഞു പോകും. അതൊരു ജർക്കാണ്. അപ്പം ഇങ്ങനെ കോൺസ്റ്റന്റ് സ്പീഡിൽ പോകുന്ന വാഹനത്തിന് എന്താണ് ജർക്ക് എന്ന് പറയുന്നത് 0 ആണ്. എന്നാൽ യാത്രക്കാരും വളരെ സ്മൂത്ത് ആയിട്ട് വാഹനത്തിലിരിക്കുന്നു. ഒരു സഡൻ ഇൻക്രീസോ അല്ലെങ്കിൽ സഡൻ ഡിക്രീസോ, നമുക്കറിയാം വാഹനം പെട്ടെന്നൊന്ന് ഇൻക്രീസ് ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാഹനത്തിൽ നമുക്ക് ജർക്ക് സംഭവിക്കും. അതുപോലെ സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്താലും നമുക്കൊരു ജർക്ക് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ സഡൻ ഇൻക്രീസ് അല്ലെങ്കിൽ സഡൻ ഡിക്രീസ് ഉണ്ടായ യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ഒരു മൂവ്മെന്റ്, ഇതിനാണ് നമ്മൾ പറയുന്നത് ജർക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ജർക്ക് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി. അതായത് സഡൻ ആയിട്ട് ആക്സിലറേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആക്സിലറേഷൻ സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് ജർക്ക് എന്ന് പറയുന്നത്. ജർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ജർക്ക് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പം ആക്സിലറേഷൻ ബൈ ടൈം എന്ന് കൂടെ വരും. അതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. ഇനി അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L(t)⁻². ആക്സിലറേഷൻ്റെത് L(t)⁻² ആണ്. ഇവിടെ ജർക്കിൻ്റെത് L(t)⁻3. അപ്പോൾ സ്ലോപ്പ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ ജർക്ക് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഗ്രാഫിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഡെൽറ്റ A ബൈ ഡെൽറ്റ T ആണ്. അതിന് നമ്മൾ പറയുന്ന പേര് ജർക്ക് എന്നാണ്. ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നമ്മൾ തന്നിരിക്കുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ABCD എന്ന റെക്ടാങ്കുലർ പോർഷൻ നോക്കുക. ABCD എന്ന് പറയുന്ന ഈ ഷെയ്ഡഡ് പോർഷൻ നോക്കുക. ABCD എന്ന് പറയുന്ന റെക്ടാങ്കുലർ പോർഷൻ. ഇതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ഇതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, ഇതൊരു റെക്ടാങ്കിൾ ആണെങ്കിൽ അതിന്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ
ബി സി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എ ബി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ ബി സി കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നോക്കാം എ മൈനസ് 0 ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്താണ് കിട്ടുന്നത് എ മൈനസ് 0 എന്നാണ് കിട്ടുന്നത്. ദെൻ ഇവിടുത്തെ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും T2 മൈനസ് T1 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഏരിയ ബി സി ഇൻറ്റു എ ബി ആണ് എ മൈനസ് 0 ഇൻറ്റു T2 മൈനസ് T1 നമുക്ക് കിട്ടും. ഇനി ഇപ്പോൾ നമുക്ക് എ മൈനസ് 0 എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ എ ഇൻറ്റു T2 മൈനസ് T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ടി ആണ്. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു ഡി ടി എന്ന് നമുക്ക് എഴുതാം. ഡെൽറ്റ ടി അല്ലെങ്കിൽ ഡി ടി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എ ഇൻറ്റു ഡി ടി നമുക്ക് കിട്ടും. എ ഇൻറ്റു ഡി ടി. ഇനി നോക്കുക എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ടൈം ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ടൈം ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എ ഇൻറ്റു ഡി ടി കണ്ടുപിടിക്കാം. എ ഇൻറ്റു ഡി ടി ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു ഡി ടി ഇസ് ഈക്വൽ ടു ഡി വി എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന എ ഇൻറ്റു ഡി ടി എന്നുള്ളതിന് പകരം നമുക്ക് എന്താ എഴുതാം ഡെൽറ്റ വി എന്ന് എഴുതാം. ആക്സിലറേഷൻ ഇൻറ്റു എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആക്സിലറേഷൻ ടു ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് കിട്ടും. എ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡി വി ആണ്. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത് വസ്തുവിൻ്റെ വെലോസിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വസ്തുവിൻ്റെ വെലോസിറ്റിയാണ്. ഈ ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജെക്ട് ഇൻ എ പർട്ടിക്കുലർ ടൈം ഇൻ്റർവൽ. ആ ടൈം ഇൻ്റർവലിലുള്ള വസ്തു കവർ ചെയ്ത മൂവ് ചെയ്ത വെലോസിറ്റിയാണ് നമുക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ലോപ്പ് 0 ആണെങ്കിൽ കോൺസ്റ്റന്റ് ആക്സിലറേഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. സ്ലോപ്പ് 0 ആണെങ്കിൽ വസ്തു കോൺസ്റ്റന്റ് ആക്സിലറേഷനിലായിരിക്കും. ഇനി കോൺസ്റ്റന്റ് ആക്സിലറേഷനിലാണെങ്കിൽ അതൊരു ഹൊറിസോണ്ടൽ ലൈനിലായിരിക്കും. അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈനായിരിക്കും. ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈനായിരിക്കും. സ്ലോപ്പ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഈസ് കോൾഡ് ജർക്ക്. ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ആണ്. അതിന് നമ്മൾ ജർക്ക് എന്നാണ് പറയുന്നത്. ദെൻ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജെക്ട്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ വസ്തുവിൻ്റെ വെലോസിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. ടോപ്പിക്സ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ടോപ്പിക്കുകൾ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഇതിനു മുമ്പുള്ള ടോപ്പിക്കുകളുടെ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കാണുക. റെഗുലർ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.